ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കട്ടെ, ഹാപ്പി ആയിട്ടിരിക്കുവാണേ. നമ്മളിതിന് മുന്നേ നമ്മുടെ പ്രഗ്നൻസി റിവ്യൂ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ കമൻറ്റും വായിച്ചു കേട്ടോ. ഒരുപാട് കമൻറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റിയില്ല. എല്ലാം വായിച്ചിട്ടുണ്ടായിരുന്നു. ഇനി മരത്തിൽ പോയി ചാടി കയറരുതെന്ന് പറഞ്ഞതും, ഞാൻ പോകുമ്പോൾ ശ്രദ്ധിക്കണം, ഇനി ഇങ്ങനെ വെയിറ്റ് എടുക്കുന്ന കാര്യങ്ങളും, അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരുടെയും ഇനി പ്രഗ്നൻസി സീരിയസ് ആക്കരുതെന്ന് പറഞ്ഞതും, അതുപോലെ തന്നെ ഭർത്താവ് അറിയുന്നതിന് മുന്നേ ഞങ്ങൾ വീഡിയോ എടുത്തിട്ട് സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറച്ച് ചെറിയ രീതിയിലൊക്കെ നെഗറ്റീവായിട്ട് പറഞ്ഞൊക്കെ എല്ലാം വായിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നും പക്ഷേ റിപ്ലൈ കൊടുക്കാൻ ഒരുപാട് കമൻറ്റായിട്ട് പറ്റിയില്ല. നമ്മളിപ്പോൾ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ പബ്ലിഷ് ചെയ്തത് തന്നെ. വീഡിയോ ജസ്റ്റ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കൊരു ഡോക്ടറെ കണ്ട് കൺഫേം ചെയ്തിട്ടാണ് നമ്മൾ ഇട്ടത്. പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഒന്നാമത് ആദ്യത്തെ പ്രഗ്നൻസിയിൽ നല്ല ബുദ്ധിമുട്ടുകളായതുകൊണ്ട്, നല്ല ബുദ്ധിമുട്ട് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഛർദിയും തലകറങ്ങി വീഴലും, അത് കഴിഞ്ഞിട്ട് അതിന് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കിപ്പോൾ നമുക്ക് നോർമലായിട്ടുള്ള പ്രഗ്നൻസിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളില്ലാതെ ഇരിക്കില്ലല്ലോ, എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ. എനിക്കിപ്പോൾ ഛർദി ഇല്ലാത്ത തന്നെ, പിന്നെ ഈ തലകറങ്ങി വീഴുക, BP കുറയുക, അങ്ങനത്തെ പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ. എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളുമായിട്ടും തോന്നുന്നില്ല. ഇപ്പോൾ ഉള്ളതൊക്കെ എനിക്ക് സഹിക്കാനായിട്ട് പറ്റുന്ന ബുദ്ധിമുട്ടുകളായിട്ട് മാത്രമേ തോന്നുന്നുള്ളൂ. അപ്പോൾ എനിക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് വയറെരിച്ചിൽ, പിന്നെ ഉച്ച കഴിയുമ്പോഴത്തേക്ക് വായിൽ ഫുള്ള് വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ടുകളും ഉള്ളൂ കേട്ടോ. പിന്നെ അല്ലാതെ എനിക്ക് വലിയ കാര്യമായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ നല്ല ഹാപ്പി ആയിട്ടുണ്ട്. നമ്മൾ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ വെയിറ്റ് എടുക്കുന്ന കാര്യം, അതൊക്കെ മാത്രമേ ചെയ്യാതിരിക്കും. നമുക്കിങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ പറയുമല്ലോ, ആ കാര്യങ്ങൾ മാത്രമേ ചെയ്യാത്തുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഒന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. നല്ല മഴക്കാർ ഇതാ കയറി വരുന്നുണ്ട്. എപ്പോഴാണ് മഴ പെയ്യാമെന്നറിയില്ല. ഒരു വല്ലാത്ത കാലാവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇങ്ങനെ പോകുന്നത്. ഇപ്പോൾ രാവിലെ കുറച്ച് വെയിലുണ്ടായിരുന്നു, പിന്നെ അതിങ്ങനെ മഴക്കാറ് കയറി ഫുള്ളും മൂടി, ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മഴ പെയ്യും, പിന്നെ വെയിൽ വരും. ഇപ്പോൾ ഈ കൃഷിപ്പണിയൊക്കെ ചെയ്യുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ. നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ നടാമെന്നുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ട്. പക്ഷേ എങ്ങനെയും മഴയുടെ കാര്യങ്ങളൊന്നും മനസ്സിലാവണമില്ല. എന്നാൽ ആവശ്യത്തിനുള്ള മഴ കിട്ടുന്നുമില്ല. എന്നാൽ മഴക്കാലം പോലെ ഇടയ്ക്കിടയ്ക്ക് ചാറിയൊക്കെ നിൽക്കുന്നുണ്ട് പണികളൊക്കെ. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടും ആവുന്നുണ്ട്. അപ്പം നമ്മളിന്ന് രാവിലെ ദോശ ഉണ്ടാക്കാനായിട്ട് പോകാം കേട്ടോ. കുഞ്ഞു എഴുന്നേറ്റ് വന്നിട്ടുണ്ട്, ആൾക്കും കഴിക്കാനായിട്ട് കൊടുക്കണം. ഞാനിപ്പോൾ നേരത്തെ ഭക്ഷണം കഴിക്കും കേട്ടോ. ഇപ്പോൾ ഇടയിൽ ഇങ്ങനെ കുറച്ച് ഇടവിട്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഈ നെഞ്ചരിച്ചിൽ, വയറരിച്ചിൽ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ, കത്തുമായിരിക്കും. അപ്പോൾ ഞാനൊരു ഗ്യാപ്പിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ഒരു 7:30 മുന്നേ എന്തായാലും ഭക്ഷണം കഴിക്കും. ഇത് 7:30 ആവാറായിട്ട് പോയിട്ടൊരു ദോശ ഉണ്ടാക്കിയിട്ട് കഴിക്കട്ടെ കേട്ടോ. അപ്പം നമുക്ക് ദോശ ഉണ്ടാക്കാൻ പോകാം. ദോശമാവ് അരച്ച് വെച്ചിട്ട് ഒട്ടും പൊങ്ങിയിട്ടില്ല കേട്ടോ. ഇവിടെ ഈ മഴയൊക്കെ ആകുമ്പോൾ അതിൻ്റെ തണുപ്പുണ്ടാവും. തണുപ്പ് വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ ദോശയ്ക്കൊക്കെ മാവ് അരച്ച് വെച്ച് ഇച്ചിരി പാടാണ്. അടുപ്പിൻ്റെ അടുത്തൊക്കെ വെച്ചു, എന്നിട്ടും പൊങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ പുതിയ ദോശക്കല്ല കേട്ടോ, അത് കുറച്ച് വലിയ ദോശക്കല്ല് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലായിട്ട് നമ്മളിന്ന് ചുട്ട് നോക്കാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ടാണ് ചുടുന്നത്. കാസ്റ്റ് അയണിൻ്റെ ദോശക്കല്ലാണേ. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് എണ്ണ തേച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി തണുപ്പിച്ച് പിന്നെ ദോശ ഒഴിച്ചു കേട്ടോ. നമ്മൾ ഏത് ഇരുമ്പിൻ്റെ ഇതാണെങ്കിലും അങ്ങനെ കേട്ടോ ചെയ്യുക. ഒന്ന് മയക്കിയെടുക്കാനായിട്ടും എണ്ണ തേച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കും. പിന്നെ നന്നായിട്ട് തണുപ്പിച്ച ശേഷം പിന്നെ എന്താ വെച്ചാൽ അതുണ്ടാക്കും കേട്ടോ. നമുക്കങ്ങനെ വിട്ട് കിട്ടില്ലാന്ന് തോന്നുകയാണെങ്കിൽ 2-3 പ്രാവശ്യം അതേപോലെ തന്നെ ചെയ്യും. എണ്ണ തേക്കും, ചൂടാക്കും, വീണ്ടും എണ്ണ തേക്കും, ചൂടാക്കും. ഒരു 2-3 പ്രാവശ്യം അങ്ങനെ എണ്ണ തേച്ച് ചൂടാക്കി തണുപ്പിച്ച് വീണ്ടും എണ്ണ തേച്ച് ചൂടാക്കി തണുപ്പിക്കും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എത്ര വിട്ട് കിട്ടാത്ത ദോശക്കല്ലാണെങ്കിലും നമുക്ക് വിട്ട് കിട്ടും കേട്ടോ. നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കുന്ന സാധാരണ തോരനൊക്കെ വെക്കുന്ന ചട്ടിയിലൊക്കെ ആയിരിക്കും. ബട്ട് ഭയങ്കര ഈ ഉണങ്ങിയിട്ട് അതിൽ പെട്ടെന്ന് അപ്പോഴിച്ച കിട്ടത്തില്ല. നമ്മുടെ ഇൻഡാലിയത്തിൻ്റെയൊക്കെ ചട്ടിയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നന്നായിട്ട് അങ്ങ് ചൂടാക്കും കേട്ടോ. എന്നിട്ട് തണുപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും. ഫസ്റ്റത്തെ ദോശ കുഞ്ഞിനെ ഉണ്ടാക്കി കൊടുക്കട്ടെ. പൊങ്ങിയിട്ടില്ല ശരിക്കും മാവ്. നന്നായിട്ട് വിട്ടൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷെ തീ കുറച്ചധികമായി അതിൻ്റെ കരിഞ്ഞിട്ടുണ്ട്. വിട്ട് വരാനായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അടുത്ത് വന്ന് കുറച്ച് തീ കുറച്ച് വെച്ചിട്ട് ഉണ്ടാക്കട്ടെ. നമ്മളിനി തക്കാളി ചട്നി ഉണ്ടാക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ അതിലോട്ട് ഒന്ന് ദോശ ഇട്ട് കഴിഞ്ഞപ്പോൾ ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചു. എന്നിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് 3-4 അല്ലി വെളുത്തുള്ളി ഇട്ട് നമുക്ക് അതിലോട്ട് ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടി ഇടാം. അങ്ങനത്തെ ഒരു സവാള അരിഞ്ഞതിടുകയാണ്. സവാളയും തക്കാളിയും കൂടി ഇടുന്നുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് എരിവിന് ഇപ്പം നമ്മളൊരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ബാക്കി എരിവിന് എത്ര വേണോ അതിനനുസരിച്ച് മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്.
നമ്മളിത് കടുക് വറുത്ത് കുറച്ച് ഉണക്കമുളകും മുറിച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. നമുക്ക് ചട്നി ഒന്ന് കടുക് വറുത്ത് ചേർക്കാനാണ്. മുളകും കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ടേ. ഇതുകൊണ്ട് നമുക്കിനി ചട്നി ചേർക്കാം. അരച്ചെടുത്ത ചട്നി. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് ചട്നി ഒന്ന് ചൂടാവട്ടെ. കഴിക്കാനായിട്ട് പോവാട്ടോ. നല്ല വിശക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ തേങ്ങാ ചട്നി അമ്മ അരച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തേങ്ങാ ചട്നി, തക്കാളി ചട്നി ഉണ്ട്. ആദ്യം നമുക്ക് തക്കാളി ചട്നിയിൽ മുക്കിയിട്ടൊന്ന് കഴിച്ചു നോക്കാം. രസമുണ്ട് കേട്ടോ. ആദ്യമായിട്ട് ഞാനിതിൽ പച്ചമുളകും കായൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരു രസമുണ്ട് കേട്ടോ. ഉണക്കമുളക് അല്ലെങ്കിൽ കടുക് വറുത്ത് മൂപ്പിച്ച് അങ്ങനെ എല്ലാം കൂടെ അരയ്ക്കുകയൊക്കെ ചെയ്യാനേക്കാട്ടും രസമുണ്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. ഇനി ഞാനൊരു വീഡിയോ കണ്ടിട്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കിയ ചട്നി കേട്ടോ. ഇനി തേങ്ങാ ചട്നി നോക്കട്ടെ. തേങ്ങാ ചട്നി കുറച്ച് കുറുകിയിട്ടാട്ടോ ഒന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ നമ്മൾ വെള്ളം പോലെ ഉണ്ടാക്കാറ്. രസമുണ്ട്. രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കണം, അതാണ് രസം. ചായ ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായ ആവട്ടെ, അപ്പോഴത്തേക്ക് നമുക്കത് കഴിക്കാം. തക്കാളി ചട്നി, തേങ്ങാ ചട്നി, കുറച്ച് സാമ്പാറും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നത് രസമാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി കഴിക്കട്ടെ. മഴയാണോ വെയിലാണോ കോട ഇറങ്ങുവാണോ എന്ന് അറിയാത്തൊരു കാലാവസ്ഥയായിട്ട്. അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്ന സമയത്ത് കോട ഇറങ്ങി, പെട്ടെന്ന് വെയിൽ വന്നു, അതിലൊരു മാറ്റം വന്നു, മഴക്കാറ് വന്നു. മഴയൊന്ന് ചാറി വന്നിട്ട് പോയി, അതിൻ്റെ കോട ഇറങ്ങിയതേ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വെയിൽ വന്നു. കാലാവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുക. കഴിക്കട്ടെ. നമുക്ക് രാവിലെ തന്നെ കുറച്ച് തൈകൾ വാങ്ങിയതുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് കൊണ്ടുപോയിട്ട് കുഴിച്ച് വെക്കാം. അത്യാവശ്യം മഴയൊക്കെ പെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കുഴിച്ച് വെക്കാൻ നല്ല സമയമായിട്ടോ. ഇതിൽ ഒരുപാട് തൈകളുണ്ട്. കുറേ ചെറിയ നമ്മൾ അന്ന് വാങ്ങിയ റോസ അതും ഇതൊക്കെ ആയിരുന്നു. അതൊക്കെ നമ്മൾ അന്ന് തന്നെ കുഴിച്ച് വെച്ചായിരുന്നു കേട്ടോ. തൈകൾ മാത്രം കുഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് കറുകപ്പട്ടയുടെ തൈയാണ് കേട്ടോ. നമുക്ക് ആവശ്യത്തിന്, വീട്ടിലെ ആവശ്യത്തിനും അത്യാവശ്യം കറുകപ്പട്ട ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വിലയും കിട്ടും കേട്ടോ. കറുകപ്പട്ട കുടംപുളി ആട്ടോ. നമുക്ക് വലിയ കുടംപുളി ഉണ്ടായിരുന്നു, അത് കുഞ്ഞ് പുളിയായിരിക്കും ഇന്ന് കിട്ടുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ വലിയ പുളി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് വെട്ടിക്കളഞ്ഞു. അപ്പോൾ ജാതിക്കും വേണം ഒരു കുടംപുളി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു കുടംപുളി വാങ്ങി. ഇതിലൊരു കുഞ്ഞ് ഓറഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഒരു ഓറഞ്ചിൻ്റെ 2 തൈകൾ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് വീട്ടിൻ്റെ മുകളിൽ വെക്കാം. പിന്നെ ഒരു അബിയുടെ തൈയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വാളംപുളിയുടെ തൈയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതൊക്കെ കൊണ്ടുപോയിട്ട് കുഴിച്ച് വെക്കാവേ. ഇത് മാംഗോസ്റ്റിനാണ് അബിയാന്ന് തോന്നുന്നു കണ്ടിട്ട്. മാംഗോസ്റ്റിനാണ് അബിയോ ആണോ എന്ന് അറിയില്ല കേട്ടോ. കുറച്ച് തൈയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ വാങ്ങിയത്. ഒരു 3-4 തൈ അമ്മ വെച്ചു. നമുക്ക് ഇതെന്തായാലും ഇതിവിടെ വെക്കാം. കുറച്ച് ചെരിഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ്. ഈ ഇടയ്ക്ക് JCB കിറ്റാക്കി പണിയെടുത്ത സ്ഥലം കേട്ടോ. വെച്ചോ. നീളത്തിലുള്ളൊരു സൈസ് മാങ്ങയാട്ടോ ഇത് ബനാന മാംഗോ എന്നാട്ടോ എഴുതിയിരിക്കുന്നത്. പഴം പോലെയുള്ള നീളത്തിലുള്ള മാങ്ങ. എങ്ങനെ ഉണ്ടാവുന്നൊന്നും അറിയില്ല കേട്ടോ. കണ്ടപ്പോൾ വെറൈറ്റി ആയിട്ട് തോന്നി, അതുകൊണ്ട് വാങ്ങിയതാണ്. മാവ് വെച്ചു കേട്ടോ. നമ്മൾ നേരത്തെ തൈ വെച്ചതിൻ്റെ നേരെ താഴെയായിട്ട് മാവ് വെച്ചേക്കുന്നത്. ഇനി മഴ പെയ്താൽ വെള്ളം അവിടെ കെട്ടിക്കിടക്കാത്ത പോലെ സൈഡിൽ കൂടെ ഒഴുകി പോകുന്ന പോലെ മണ്ണൊന്ന് കൂട്ടി കൊടുക്കണം. കുടംപുളി വെക്കാനായിട്ട് പോകാട്ടോ. ഇവിടെ തന്നെ കുടംപുളി നിന്നിരുന്നേ. അതിൻ്റെ ചോല ഫുള്ള് വെട്ടി ഇറക്കി മരം മാത്രമേ ഉള്ളൂ കൊടി നടാൻ പരുവത്തിനായിട്ട് നിൽക്കുക. നമ്മളതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ കേട്ടോ കുടംപുളി വെക്കുന്നത്. വാഴയ്ക്ക് പണിയും വളമൊക്കെ വരുമ്പോൾ നന്നായിട്ട് വളരും.
കറുകപ്പട്ടയുടെ തൈയും കൂടെ വെച്ചോട്ടോ. അപ്പോൾ നമ്മൾ തൈ വെക്കൽ കഴിഞ്ഞ് മുകളിൽ പോയിട്ട് ഓറഞ്ച് പുളിയും കൂടെ വെക്കണം. വെക്കാൻ പോവാ. പുളി വീടിൻ്റെ മുകൾ ഭാഗത്തായിട്ട് തൈ വെച്ചോട്ടോ. ഏതാണ്ട് കുഴപ്പമില്ലാത്ത ഒരുപാട് ചോലയില്ലാത്ത സ്ഥലം നോക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. വീടിൻ്റെ മുകൾ ഭാഗത്ത് തന്നെ നമ്മുടെ പുളി വെച്ചതിന് കുറച്ച് ഇപ്പുറത്തോട്ടായിട്ട് ഒരു ഓറഞ്ച് തട്ട് കേട്ടോ. ഇനി കുറച്ച് അപ്പുറത്തായിട്ട് അടുത്ത ഓറഞ്ച് തട്ട് കൊടുക്കുക. ഇതൊക്കെ അത്യാവശ്യം നല്ല പടർന്നു വരും കേട്ടോ. കുറേ സ്ഥലം തന്നെ ഇതിന് വേണ്ടി വരും ഓറഞ്ചൊക്കെ വളർന്നു വന്നു കഴിയുമ്പോൾ. മുള്ളും കൂടെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ അടുത്ത ഭാഗത്തൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മൾ വാഴയ്ക്ക എടുക്കാനായിട്ട് കണ്ടത്തിൽ വന്നായിരുന്നു കേട്ടോ. നമ്മൾ കുറേ വാഴ നട്ടിട്ടുണ്ടായില്ല, ഈ കാറ്റും അങ്ങനെയൊക്കെ വന്നിട്ട് ഒടിഞ്ഞു വീഴുന്ന വാഴകൾ. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് മൂക്കാത്ത വാഴയ്ക്ക നോക്കിയിട്ട് എടുക്കുക കേട്ടോ. തോരൻ വെക്കാൻ മൂക്കാത്തത് നല്ലതല്ലേ. അപ്പം അങ്ങനത്തെ 2-3 വാഴയ്ക്ക എടുത്തിട്ട് വേണ്ടി നമുക്ക് തോരൻ വെക്കാം കേട്ടോ. 2-3 മതിയാവില്ല, ഇത് തീരെ പിഞ്ച്. അപ്പോൾ നമുക്ക് കുറച്ച് അധികം എടുത്തിട്ട് വേണ്ടി തോരൻ വെക്കാം. ചെറിയ പിഞ്ച് ഒരു വാഴക്കൊലയാട്ടോ, ഒടിഞ്ഞു വീണാണേ. നമ്മളിത് എടുത്തിട്ട് പോയിട്ട് ഇത് തോരൻ വെക്കാം. നമുക്കിത് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോഴത്തേക്ക് കറയെ പോട്ടെ. കഴുകി നന്നായിട്ട് കഴുകി വാരിയെടുത്ത് തോരൻ വെക്കാം. നല്ല പിഞ്ചെടുത്തത്. വേവ് നോക്കണം, ഒന്ന് വെച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്നേ. തീരെ പിഞ്ചായിപ്പോയി. വാഴയ്ക്ക് തോരൻ വെക്കാനായിട്ട് നമ്മളൊന്ന് ചതയ്ക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു കേട്ടോ. തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില, ജീരകം, വെളുത്തുള്ളി, 3-4 ചെറിയുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി. അപ്പോൾ ഇതൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് നമ്മൾ കാന്താരിയും കൂടെ കൂട്ടിയിട്ട് ചതച്ചു. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് ഒന്ന് കടുക് വറക്കാം ആദ്യം. കടുക് വറുത്തു. നമുക്കിനി ഇതിലോട്ട് വാഴയ്ക്ക കഴുകി വെച്ചേക്കുന്ന ഇടാം കേട്ടോ. നമുക്കിതിലോട്ട് ഇനി നമ്മൾ ചതച്ച് വെച്ച അരപ്പും കൂടി ഇടാവേ. തോരനിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ തോരനായി. അപ്പം തോരൻ ഇറക്കി വെച്ചിട്ട് നമുക്കിനി രസം വെക്കാം കേട്ടോ. അടുത്ത് നമ്മളിനി രസമായിട്ട് വെക്കാനായിട്ട് പോകുന്നത്. രസം വെക്കാനായിട്ട് വെളുത്തുള്ളി, കുറച്ച് മല്ലി എടുത്തിട്ടുണ്ട്, പിന്നെ കുരുമുളക്, ഉണക്കമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, കുറച്ച് ജീരകവും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും ആദ്യം നമുക്കൊന്ന് ചതച്ചെടുക്കാം എല്ലാം കൂടെ. 4 തക്കാളി ഒന്ന് അരിഞ്ഞും കൂടെ എടുക്കുന്നുണ്ടേ. കുറച്ച് പുളിയും കൂടെ ഒന്ന് വെള്ളത്തിലിടുന്നുണ്ട്. നമ്മൾ ചതച്ചെടുത്തത് ഈ എണ്ണയിലോട്ട് ഇടുക കേട്ടോ. നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടേ. നമ്മൾ ഇതിലോട്ട് തക്കാളി ഇടുവാണ്. നമ്മൾ ഇതിലോട്ട് പുളി കലക്കി വെച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും ഇടുവാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടുവാണ്. പിന്നെ നമ്മൾ കായം പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, അതും കൂടി ഇതിലോട്ട് ചേർക്കണേ. ഇപ്പോൾ രസം നന്നായിട്ട് തിളച്ചു കേട്ടോ. തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രസം ഇനി ഇറക്കുവാണേ. നല്ല കുറച്ച് പഴക്കമുള്ള പുളിയാട്ടോ, അതുകൊണ്ട് രസത്തിൻ്റെ കളറിങ്ങനെ. രസം ഇനി ഇറക്കി വെക്കട്ടെ. കുറച്ച് ഉണക്കമീനും കൂടെ വറക്കുന്നുണ്ടേ. രസവും തോരനും പിന്നെ ഉണക്കമീനും. രസത്തിൻ്റെ കൂടെ ഉണക്കമീനുണ്ടെങ്കിൽ നല്ലതല്ലേ. ഇതൊന്ന് തിരുമ്മിയെടുക്കാം.
ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് മറച്ചിടുവാണേ. വേഗമാവും ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട്. രസവും വാഴയ്ക്കാത്തോരനും ഉണക്കമീൻ വറുത്തതും പിന്നെ നാരങ്ങ അച്ചാർ ഒരു കഷ്ണം കൂടെ എടുത്തിട്ടുണ്ടേ. കഴിച്ചോട്ടെ. രസത്തിൻ്റെ ഒക്കെ ഒരു മണം ഇപ്പം ഒരു നല്ല രസമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. കഴിക്കാനായിട്ടും തോന്നുന്നുണ്ട്. ഉണക്കമീനൊക്കെ എന്താ ഈ തേങ്ങ അരച്ച കറികളുണ്ടാവുമല്ലോ, അങ്ങനത്തെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ കഴിക്കാൻ. സാമ്പാറൊക്കെ ഒരു നേരം കഴിക്കുമ്പോൾ ഓക്കെ, പിന്നെ സാമ്പാറൊന്നും കഴിക്കാൻ തന്നെ പറ്റില്ല. നല്ല രസമുണ്ട്. പുളി ആയതുകൊണ്ട് ചെയ്യുമ്പോൾ എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല കേട്ടോ. പക്ഷെ ഉണക്കമീനൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല രസം തോന്നുന്നുണ്ട്. തോരനും കൂടെ കഴിച്ചു നോക്കട്ടെ. കഴിക്കട്ടെ കേട്ടോ. കഴിച്ച് നമുക്ക് കുറച്ച് മാങ്ങ പറിക്കാവേ. മാങ്ങ കുറച്ച് ഉപ്പിലിടാനായിട്ടും പിന്നെ നമുക്ക് കുറച്ച് ഉണക്കാൻ പറ്റുമോ നോക്കാം. വെയിൽ എങ്ങനെയാണ് പോകുന്നുള്ള, എന്നാലും നമുക്ക് പഴുപ്പിക്കാൻ വെക്കാം കേട്ടോ. ഈ കിളിച്ചുണ്ടൻ മാങ്ങ കേട്ടോ നമ്മൾ പറിക്കുന്നത്, അത് പഴുത്ത് കിട്ടത്തില്ല. അപ്പോൾ കഴിച്ചിട്ട് നമുക്ക് പോയി മാങ്ങ പറിക്കാം. നമ്മൾ നേരത്തെ ഇറങ്ങി വരുന്ന സമയത്ത് ഒരു ഷെഡൊക്കെ ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ പഴയ ഉണ്ണിയേട്ടനൊക്കെ താമസിച്ചുകൊണ്ടിരുന്നത്. ആ ഷെഡ് ഇട്ടായിരുന്ന സ്ഥലത്താണ് അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നത്. ആ ഷെഡൊക്കെ പൊളിച്ചളഞ്ഞ് ഇവിടുത്തെ ഷീറ്റൊക്കെ എടുത്ത് മാറ്റി. അപ്പോൾ ഇതിൻ്റെ പുറകിലോട്ടൊരു സ്ഥലം കണ്ടോ. ഇപ്പോൾ നമ്മൾ ഇറങ്ങി വരുന്ന വഴിയായിരുന്നു കേട്ടോ ഇത്. ഇതിങ്ങനെ ചെരിഞ്ഞിട്ടായിരുന്നു ഇറങ്ങി വന്നിരുന്നത്. ഇവിടെ ഇത്രയും കുത്തനെ ഇങ്ങനെ ഒരു ചെരിവായത് നമ്മുടെ വീടിന് വേണ്ടിയിട്ട്. വീട് നമ്മുടെ റോഡിൻ്റെ മുകളിലായിട്ട് വീട് കാണുന്നില്ലേ, അവിടുന്ന് പെരത്തറ എടുക്കുന്ന സമയത്ത് മണ്ണ് കൊണ്ടുവന്ന് ഇട്ടിട്ടാട്ടോ ഇവിടെ ഇത്രയും ചെരുവായത്. അപ്പോൾ അത്യാവശ്യം നല്ല വെയിൽ കൊള്ളുന്ന സ്ഥലമാണ്. കണ്ടോ അല്ല, കണ്ടത്തിലെത്ര വെള്ളം, കണ്ടത്തിലെ പോലെ നമ്മൾ പച്ചക്കറിയൊക്കെ നടുമ്പോഴത്തേക്ക് വേഗം ചീഞ്ഞ് പോകണ പോലത്തെ പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെ പച്ചക്കറി നടാമെന്ന് വിചാരിക്കണം കേട്ടോ. ആ ഒരു ചെരിഞ്ഞ് കിടക്കുന്ന ഫുള്ള് ഭാഗം മണ്ണിളക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പച്ചക്കറി നടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള മഴയൊന്നുമില്ല. കുറച്ച് മുളക് അരി അമ്മ പാകിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീൻസ്, പിന്നെ കുറച്ച് എന്താ പറയുക പയറ്, അങ്ങനെ നക്ഷത്രപ്പയർ, എന്തെങ്കിലും നമുക്ക് വീട്ടിലോട്ട് ആവശ്യമുള്ള പച്ചക്കറി എന്തെങ്കിലുമൊക്കെ ആയിട്ട് നടാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു സ്ഥലം, ഈ ഷെഡ് ഉണ്ടായിരുന്ന സ്ഥലത്ത് നമുക്ക് കോഴിക്കോട് ഉണ്ടാക്കണം. കോഴിക്കോട് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കോഴിക്കൂടും കുഴപ്പമില്ലാത്ത നല്ലൊരു കോഴിക്കൂടും പിന്നെ അതിന് ചുറ്റുമായിട്ട് വലയും കൂടി ഇട്ടിട്ട് കോഴീനെ അതിൻ്റെ ഉള്ളിൽ തന്നെ, പറമ്പിലോട്ട് ഇറക്കുന്നില്ല. ഒന്നാമത് വാഴയൊക്കെ നട്ടിട്ടുണ്ട്, അതൊക്കെ ഫുള്ള് നാശാക്കും. വാഴ വിത്ത് വെച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ ചെയ്യാനായിട്ടുള്ള പരിപാടിയാട്ടോ. അപ്പോൾ നമ്മൾ ആ വലയുടെ ഉള്ളിൽ തന്നെ നമുക്ക് വീട്ടിൽ വരുന്ന ചോറ് വേസ്റ്റ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തിട്ട് കോഴിക്കൂടും കൂടെ വയ്ക്കണം. ഒരുപാട് താമസിക്കാതെ തന്നെ അതൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കണേ കേട്ടോ. ഇത് നമ്മുടെ കിണറിൽ ഇപ്പോൾ നിറയെ വെള്ളമായിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ബാലൻസ് ഉള്ള റിങ്ങും കൂടെ ഇതാക്കി വെച്ച് ഇപ്പോൾ ഇവിടെ സെറ്റാക്കി, കിണർ സെറ്റാക്കി. ഇപ്പോൾ വാഴയും വെച്ചു കേട്ടോ പറമ്പിൽ. ഒരുപാട് പേരിങ്ങനെ ചോദിക്കാറുണ്ട്, വീട്ടിന് തൊട്ടടുത്താണോ തോട്, ഇത്ര അടുത്ത് തോട്, അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ വീടിൻ്റെ അത്ര അടുത്തല്ല. നമ്മളെപ്പോഴും വരുന്നതുകൊണ്ട് നമുക്കതൊരു എന്താ പറയുക, നമുക്കതൊരു ദൂരമായിട്ട് തോന്നലേ ഇല്ല. പക്ഷേ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അവർക്കത് ദൂരമായിട്ട് തന്നെ തോന്നും കേട്ടോ. ഒന്നാമത് പ്രത്യേകിച്ച് നമ്മുടെ ഈ നാട്ടിലൊന്നും അല്ലാത്തവരാണെങ്കിൽ കുറച്ച് എന്തായാലും ദൂരം തോന്നിക്കും. നമുക്ക് ഇവിടെ ഇപ്പോൾ അരേക്കറോളം സ്ഥലമുണ്ട്. നമ്മുടെ താഴ്ഭാഗത്തായിട്ട് തന്നെ അരേക്കറിൻ്റെ മുകളിലുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ഇത്രയും സ്ഥലം നമ്മുടെയാണ്. ഇതിപ്പോൾ നമ്മൾ ഒരുപാട് നാളായിട്ടില്ല ഈ സ്ഥലം വാങ്ങിയിട്ട്. ഇപ്പോൾ കുറച്ച് കവുങ്ങൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ കവുങ്ങുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ വാഴ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ വർഷം നമ്മളൊരു വർഷം ഇവിടെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ വാങ്ങിയ സ്ഥലത്തിനോട് ചേർന്നിട്ടാണ് നമുക്ക് തോട് വരുന്നത്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ആ ഒരു സ്ഥലം കഴിഞ്ഞ് പിന്നെ നമ്മുടെ നേരത്തെ കുറച്ച് സ്ഥലമുണ്ട്, അതും കൂടെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വാങ്ങിയ സ്ഥലം, അത് കഴിഞ്ഞിട്ടാണ് തോട് വരുന്നത്. പക്ഷെ നമ്മളെപ്പോഴും ഇങ്ങനെ കണ്ടത്തിലിറങ്ങി നമുക്കതൊരു ദൂരമേ അല്ല. പക്ഷെ ആദ്യമായിട്ടൊക്കെ വരുമ്പോൾ ഇത്ര ദൂരമുണ്ടോ തോട്ടിലോട്ടെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും പോയിട്ട് വീട്ടിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കിണർ ഇത് നോക്കാനായിട്ട് വന്നായിരുന്നു. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കിളീനെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. കിളീനെ നമ്മൾ വലിയ കിളിയില്ലേ, അത് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് പറന്നു പോയായിരുന്നു കേട്ടോ. മുറിവുണ്ടായിരുന്നെങ്കിൽ അത് കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ കുഞ്ഞിക്കിളിയില്ലേ, തത്ത പോലത്തെ പച്ച കളറിലൊരു കിളി ഉണ്ടായിരുന്നില്ലേ, അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ അതും കുഴപ്പമില്ലായിരുന്നു. പിന്നെ അതിനെയും പറത്തി വിട്ടു, രണ്ടിനെയും പറത്തി വിട്ടു. പിന്നെ പോട്ടെ കേട്ടോ വീട്ടിലോട്ട്.
നമ്മുടെ ഇവിടുത്തെ മാങ്ങ ഒരുവിധം ഇങ്ങനെ കഴിയാനായിട്ട് തുടങ്ങുന്നു കേട്ടോ. ഒരുവിധ സ്ഥലത്തൊക്കെ ചില മാങ്ങകൾ പഴുത്ത് തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മാങ്ങ അത്യാവശ്യം നേരത്തെ തന്നെ പഴുത്ത്. നമ്മുടെ വീട്ടിൽ പല്ലിയാറ വീട്ടിലൊക്കെ മാങ്ങ ഇപ്പോൾ പഴുക്കാൻ തുടങ്ങണേ ഉള്ളൂ. പക്ഷെ ഇവിടുത്തെ മാങ്ങ വേഗം തന്നെ പഴുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുവിധം മാങ്ങകളൊക്കെ പഴുത്ത് ഇങ്ങനെ വീണ് കഴിയാറായിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു വർഷം മാങ്ങ ഉപ്പിലിടാനായിട്ടുള്ള മാങ്ങ കണ്ണിമാങ്ങയൊക്കെ പറിച്ച് ഉപ്പിലിട്ടായിരുന്നു. എന്നാലും നമുക്ക് അച്ചാറിനുള്ള മാങ്ങ അച്ചാർ ഇട്ടിട്ടില്ല. അതുപോലെ മാങ്ങ ഉപ്പിലിട്ടിട്ടില്ല, മാങ്ങ ഉണക്കിയിട്ടില്ല. അല്ല നമ്മൾ കുറച്ച് മാങ്ങ ഉണക്കിയൊക്കെ വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ ഉണക്കി വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും മീൻകറി വെക്കുന്ന സമയത്തോ എന്തിനേലൊക്കെ എടുക്കും. പിന്നെ ഉപ്പുമാങ്ങ എല്ലാ വർഷവും ഇട്ട് വെക്കാറുണ്ട്. അപ്പം നമുക്കിങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലും ചമ്മന്തിയൊക്കെ അരയ്ക്കണം എന്നുണ്ടെങ്കിൽ വേഗം മാങ്ങ എടുത്തിട്ട് ചമ്മന്തി അരയ്ക്കാനായിട്ട്. പിന്നെ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഈ ഉണക്കമീൻ കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഉപ്പും മാങ്ങയൊക്കെ ഇട്ടിട്ട് കറിയൊക്കെ വെക്കാറുണ്ട് കേട്ടോ. ഉണക്കമീൻ എന്ന് പറഞ്ഞാൽ ഉണക്കമീൻ പോലെ കറി വെക്കും, ഇങ്ങനെ തേങ്ങയൊക്കെ അരച്ചിട്ട് ആയിട്ടൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ കുറച്ചിപ്പോൾ മാങ്ങ കഴിയാറായി. ഇനി ഒരുവിധം മാങ്ങയൊക്കെ പഴുത്ത് ഒരുവിധം മൂത്തൊക്കെ നിൽക്കും. അപ്പം നമ്മൾ കുറച്ച് മാങ്ങ ഒന്ന് പറിച്ച് നോക്കണം. അതിൽ തീരെ മൂക്കാത്ത മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് ഈ ചെനച്ച് വരാത്ത മാങ്ങയുണ്ടെങ്കിൽ നമുക്ക് പറിച്ചിട്ട് അച്ചാറൊക്കെ ഇടണം. കിളിച്ചുണ്ട മാങ്ങ പറിക്കാമെന്ന് കേട്ടോ വിചാരിച്ചത്. ഇതാകുമ്പോൾ നമുക്ക് ഏറമാടത്തിൽ കയറിയാൽ നമുക്ക് എളുപ്പമായിട്ട് പറിക്കാം, കുഴപ്പമൊന്നുമില്ല. ഈ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടൊരു തോട്ടി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം വില വന്നൊരു തോട്ടിയായിരുന്നു. നമ്മൾ ഓൺലൈനിൽ വാങ്ങിയ തോട്ടിയായിരുന്നു കേട്ടോ ഇത്. ഒരുപാട് പേര് എൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, മാങ്ങ പറിക്കാനായിട്ട് ഇത് പറിക്കാനായിട്ട് എളുപ്പമൊക്കെ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഒരു ക്വാളിറ്റി ബലമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇത് ആടും. നമുക്ക് വലിയ കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല. എന്നാൽ അത്യാവശ്യം റേറ്റും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 രൂപ 4 രൂപയും കണ്ട് വന്നിട്ടുണ്ടായിരുന്നു തോട്ടിക്ക്. ഞാൻ നല്ല തോട്ടിയായിരിക്കും വിചാരിച്ചാൽ എടുത്തത്. 18 അടിയുടെ തോട്ടിയാണ്. നമ്മൾ സാധാരണ ഇവിടെ നിന്ന് തോട്ടി വെട്ടിയെടുക്കുക കേട്ടോ ചെയ്യാറ്. അതാ ഇതിലും നല്ലതായിട്ടാണ് തോന്നിയത്. ഞാൻ നല്ല സെറ്റപ്പായിരിക്കും എന്നൊക്കെ വിചാരിച്ച് വാങ്ങിയതാണ്. റിട്ടേണൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്പം ഞാൻ മാങ്ങ പറിക്കട്ടെ കേട്ടോ. മാങ്ങയൊക്കെ പറിക്കാൻ ഉള്ളതുകൊണ്ടൊരു ഉപകാരമാണ്. പക്ഷേ ഇങ്ങനെ ആടും കേട്ടോ. അത് 2-3 ഇതായിട്ട് വരുന്ന മടക്കി ചുരുക്കി വെക്കാനായിട്ട് പറ്റും. ഇങ്ങനെ കിടന്ന് ആടും. അപ്പം നമുക്ക് പറിക്കാനൊക്കെ ഭയങ്കര പാടാണ്. എന്നാലും കുഴപ്പമില്ല, മാങ്ങ താഴെ വീട്ടില്ല. നമുക്ക് ഈ ഏറമാടത്തിൻ്റെ അവിടെ തന്നെ കുറേ മാങ്ങ ഉണ്ട്, അത് പറിക്കാം. ഈ തുമ്പത്തായിട്ടൊരു കൊളുത്തുണ്ട് കേട്ടോ. ആ കൊളുത്തിലോട്ടായിട്ട് നമ്മൾ ഈ മാങ്ങ വലിച്ചിടുന്നത്. എന്നിട്ട് ഈ തുണിയുടെ ഉള്ളിൽ കൂടെ അത് വരും. താഴേക്ക് നിന്ന് പറിക്കുകയാണെങ്കിൽ താഴോട്ട് ഉരുണ്ട് വരും. ഇതിപ്പോൾ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ഈ തോട്ടിയും കൂടി വലിച്ചു കഴിയുമ്പോൾ മാങ്ങ എടുക്കാം. ചതയാതെ കിട്ടും കേട്ടെ. എണ്ണയില്ലേ 3 ഒരുമിച്ച് അതിൻ്റെ ഉള്ളിലാക്കി വലിക്കാൻ പോകട്ടോ. കിട്ടുമോയെന്നറിയില്ല, നോക്കട്ടെ. ഇല്ല, 2 വന്നുള്ളൂ. കുറേ ആകുമ്പോൾ വെയിറ്റ് ആവുന്നുണ്ട് കേട്ടോ. അത് ഒന്നെങ്കിൽ താഴോട്ട് ആരെങ്കിലും താഴെ ഉണ്ടെങ്കിൽ ഒരു ചാക്കിലോട്ടൊക്കെ നമുക്ക് ഇങ്ങനെ അതിൻ്റെ അത്യാവശ്യം നീളമുണ്ട് കേട്ടോ തുണിക്ക്. പക്ഷെ നമ്മളിപ്പോൾ താഴെ ആരുമില്ല, അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് തന്നെ എടുക്കുക. ഇത് മാങ്ങ കുറച്ചായപ്പോൾ തന്നെ നമ്മൾ എടുത്തു കേട്ടോ. ഡയറക്റ്റ് അങ്ങനെ ഉരുണ്ട് വരികയാണെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാമായിരുന്നു. നമുക്ക് ഒരു കൊട്ട മാങ്ങ കിട്ടി കേട്ടോ. കറക്റ്റ് ഒരു കൊട്ട മാങ്ങ കിട്ടി. അതിൽ കുറച്ച് മൂക്കാത്ത ഒരുപാട് മൂത്ത് ചെനയ്ക്കാത്ത മാങ്ങ നോക്കിയിട്ട് നമ്മളിതാ അരിഞ്ഞ് ഉപ്പിലിടാനായിട്ട് പോവാണ് കേട്ടോ. ഇതൊക്കെ നല്ല മൂത്താണ്. അതിൻ്റെ കളർ കണ്ടോ, നല്ല കളർ മാറിയത്. ഇതൊക്കെ ഒരുവിധം അങ്ങനെ മൂക്കാത്ത മാങ്ങ കേട്ടോ. ഒരു പച്ച കളറിലിരിക്കുന്നത് നല്ല മൂത്ത് ഉണ്ടോ, അങ്ങനത്തെ അതിൻ്റെ കളർ കണ്ടോ. പഴുത്തല്ല, മൂത്ത ഇങ്ങനെ ഈ ഒരു കളറാവും കേട്ടോ ഈ മാങ്ങ. കിളിച്ചുണ്ട മാങ്ങ നമ്മുടെ ഇവിടെ പറയാം. ഒരുപാട് പേര് ഒരു വീഡിയോ ഇട്ട സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് കിളിച്ചുണ്ട മാങ്ങ ഇതല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ്. നമ്മുടെ ഇവിടെ ഇതിനാട്ടോ കിളിച്ചുണ്ട മാങ്ങ എന്ന് പറയാം. നല്ല മണമൊക്കെ ഉള്ളൊരു മാങ്ങയാണ്. പിന്നെ ഇങ്ങനെ നമ്മൾ ആ തോട്ടി കൊണ്ട് പറിച്ചെടുത്തുകൊണ്ട് ചതയാതെ കുറേ കിട്ടിയിട്ടുണ്ട്. കുറച്ച് മാങ്ങ ഞാൻ കഴുകി ഇവിടെ കൊണ്ടുവച്ച് നമുക്ക് വേണ്ടത് ഉപ്പിലിടാനുള്ളത് അരിഞ്ഞെടുക്കാനായിട്ട് കുറച്ച് വലുതാക്കി നീളത്തിൽ അരിഞ്ഞെടുക്കുവാണ് കേട്ടോ.
വൈകുന്നേരത്തിന് ചായക്ക് വേണ്ടിയിട്ട് നമ്മൾ പക്കാവട ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. ഉള്ളിവടയുടെ കുഞ്ഞ് സാധനമില്ലേ, അതായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ട് വൈകുന്നേരം ഞാനങ്ങനെ ചായ കുടിക്കുക, പൊതുവേ ഞാൻ ചായ കൂടി ഭയങ്കര കുറവാണ് കേട്ടോ. വൈകുന്നേരം അങ്ങനെ ഉണ്ടാക്കലും കഴിക്കലൊക്കെ വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കുന്നതല്ലാതെ നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെ ഉണ്ടാക്കലൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്കൊരു ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ചോറ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ. നമ്മൾ ചോറ് കഴിക്കുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. ഭയങ്കരമായിട്ട് ചോറിനെക്കാട്ടിലും കൂടെയുള്ള കറികളൊക്കെ ഇല്ലേ, ഭയങ്കര ഒരു നെഞ്ചരിച്ചിൽ പറയില്ല, അതിൻ്റെ അങ്ങ് എന്താ പറയുക, മാക്സിമം അവസ്ഥയിലാണ്, സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ വൈകുന്നേരം ഞാൻ എന്തെങ്കിലും ഒന്ന് കഴിക്കും. രാവിലത്തെ ദോശയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കഴിക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഒന്നുമില്ല കേട്ടോ, എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പക്കാവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പഴംപൊരി ഉണ്ടാക്കി കഴിച്ചു നോക്കി, പക്ഷേ ഒരു രക്ഷയിലായിരുന്നു കേട്ടോ. പഴംപൊരിയുടെ മധുരവും പഴത്തിൻ്റെ ആ ഒരു ഇതൊക്കെ ആകുമ്പോൾ ഈ നെഞ്ചരിച്ചിൽ അല്ലെങ്കിൽ വയറരിച്ചിൽ എന്നൊക്കെ പറയില്ലേ, അത് ഭയങ്കരമായിട്ട് കൂടുക. അപ്പോൾ ഇതാണെങ്കിൽ കുറച്ച് എരിവുള്ളതാകുമ്പോൾ അത്ര പ്രശ്നം ഉണ്ടാവില്ല. മധുരം പുളി അങ്ങനെയുള്ള ഒട്ടും കഴിക്കാൻ പറ്റാത്ത. പിന്നെ മാങ്ങ കഴിച്ചാലും കൂടെ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. മാങ്ങ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് ഇത് കൂടും. അപ്പോൾ നമ്മൾ കുറച്ച് പക്കാവട ഉണ്ടാക്കാനായിട്ട് പോവുക. ഇതിലോട്ട് കുറച്ച് കടലമാവ് കൂടി എടുക്കുന്നുണ്ട്. കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കൂടെ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തത് അതും ഇടുന്നുണ്ട്. പിന്നെ കുറേ സവാള ഇടുന്നുണ്ട്. ഇതിൽ സവാള ഒരുപാടിട്ട് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ, അതുകൊണ്ട് കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇടുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞും കൂടി ഇടുന്നുണ്ടേ. അതുകൂടെ ഒന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് നേരം മാവ് അങ്ങനെ അടച്ചു വെച്ചു കേട്ടോ. ഒരുപാട് നേരമൊന്നും വെച്ചിട്ടില്ല. നമ്മളിതിൽ സോഡാപ്പൊടി അങ്ങനത്തെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. സോഡാപ്പൊടിയൊക്കെ ഇടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കേട്ടോ ഇടാത്തത്. ഇപ്പോൾ കൂടുതലും എനിക്ക് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഈ എന്താ പറയുക, മധുരമുള്ളത് അങ്ങനത്തെ ഒന്നും കഴിക്കാനായിട്ട് ഭയങ്കര പാടാട്ടോ. മധുരമുള്ളതൊന്നും കഴിക്കുന്നില്ല, ചായ മാത്രം കുടിക്കുന്നുണ്ട്. അത് പഞ്ചസാരയൊക്കെ ഞാൻ കുറേ നാളായിട്ട് അങ്ങനെ കഴിക്കുന്നത് തന്നെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ ചായ എന്തായാലും കുടിക്കുന്നുണ്ട്. ചായ പിന്നെ അല്ലാതെ മധുരമുള്ളതൊക്കെ നല്ല കുറവാണ്. വല്ല ബിരിയാണിയോ പൊറോട്ടയോ അങ്ങനത്തെയൊക്കെ എന്തെങ്കിലും കഴിച്ചാലാണ് കുറച്ചെങ്കിലും ബുദ്ധിമുട്ട് കുറവായിട്ട് തോന്നുന്നത്. രാവിലത്തെ ദോശയൊക്കെ കഴിച്ചാലും പിന്നെയും കുഴപ്പമില്ല. ചില മധുരമുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര പാട്. ചോറും തേങ്ങ അരച്ച കറിയൊക്കെ കഴിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും ഇത് എണ്ണയും ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് കുറേശ്ശെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അതിലോട്ടിടാം. കുഞ്ഞിതൊക്കെ കഴിഞ്ഞ് പോകുന്നു, വരുന്നേ ഉള്ളൂ. അപ്പത്തേ ആദ്യത്തെ നമ്മളൊന്ന് ഇട്ട് നോക്കിയതാട്ടോ, കുറച്ചേ ഇട്ടുള്ളേ. കടയിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ ബലൂൺ പോലെയൊന്നും വന്നിട്ടില്ല. നമ്മൾ ഈ കടല സോഡാപ്പൊടിയോ വേറെ ഇതൊന്നും ഇടാത്തതുകൊണ്ടേ നന്നായിട്ട് മുരിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ ടേസ്റ്റ് ഉണ്ടാവും. ചില കടയിലൊക്കെ പോയി കഴിച്ചാൽ ഭയങ്കര പുളിയായിരിക്കും, അങ്ങനെ പൊള്ളിച്ച് മാവാകെ നാശമായിട്ടുണ്ടാവും. നമ്മളുണ്ടാക്കാൻ പിന്നെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നന്നായിട്ട് മുരിച്ചെടുത്തു കേട്ടോ. കുറച്ച് മുരിഞ്ഞ് തന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉള്ളത്. നന്നായിട്ട് മുരിച്ചെടുത്തു. നേരത്തെ ഇത്തിരി മുരിയിൽ കുറവായിരുന്നു. കേട്ടോ അത് ലാസ്റ്റത്തെയാണേ. നമ്മൾ ഇത്രയും ഉള്ളിവിടെ ഉണ്ടാക്കിയെടുത്തേ. ഇപ്പോഴത്തെ ഒരു കുഞ്ഞടുപ്പില്ലേ, അതിൽ നമ്മൾ സവാള ഒന്ന് വഴറ്റാനായിട്ട് വെക്കുക കേട്ടോ. ചൂടാവുന്നതാണ് പ്രതീക്ഷ. എണ്ണയായിട്ട് വലിയ കാര്യമായിട്ടൊന്നും ചൂടായ പോലെ തോന്നില്ല. നമുക്ക് സവാള കുറച്ച് ചമ്മന്തി അരയ്ക്കാനായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മൾ സവാള ഒന്ന് നന്നായിട്ട് വാട്ടി കഴിഞ്ഞിട്ട് അതിലോട്ട് കുറച്ച് മുളക് പൊടി ഇട്ടു കേട്ടോ. അതിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടു. പിന്നെ ഒരു തക്കാളിയും കൂടെ ഒന്ന് അരിഞ്ഞ് വഴറ്റിയിട്ടോ. ആ മുളക് പൊടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു എളുപ്പത്തിൽ ഒരു ചമ്മന്തി ആട്ടോ ഉണ്ടാക്കുന്നത്. ഉപ്പും കൂടി ഇട്ട് കുറച്ച് അധികം ഇട്ടു കേട്ടോ. ചമ്മന്തിയല്ലേ ഒരു ഇതായിട്ടുണ്ട്. അപ്പം നമ്മളിതൊന്നിനി
അരച്ചെടുക്കാം നന്നായിട്ട്. കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ടായിരിക്കും, ഒരു സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കി ചൂട് ഉള്ളിവടയും ചമ്മന്തി അരച്ചെടുത്തു കേട്ടോ. വിനാഗിരി ഉണ്ടായിരുന്നില്ല, വിനാഗിരി ഒഴിച്ചില്ല. പിന്നെ കട്ടൻ ചായ ഒരു ഗ്ലാസ് എടുത്തു കേട്ടോ. ഉള്ളിവട നമുക്ക് കഴിച്ചോക്കട്ടെ. വിനാഗിരി ഒഴിക്കാതെ തന്നെ തക്കാളിയുടെ പുളിയുണ്ട് കേട്ടോ. ഒരു തക്കാളി മതി, കൂടുതൽ സവാള എടുത്തേക്കുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചായ കുടിച്ചിട്ട് ഇനി പോയിട്ട് കുളിക്കട്ടെ കേട്ടോ. വൈകുന്നേരം ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഒരു തണുപ്പാണ്. വെയിലുണ്ട്, അത്യാവശ്യം വെയിലുണ്ട്. എന്നാൽ മഴക്കാറും ഉണ്ട്. കോട ഇറങ്ങും, മഴ അതിൻ്റെ ഇടയിൽ ചാറും. ആവശ്യത്തിന് മഴ കിട്ടുന്നില്ല കേട്ടോ. ഈ വർഷം കഴിഞ്ഞ വർഷത്തെ പോലെ ആവുമോ എന്തോ മഴ കിട്ടാണ്ട്. അങ്ങനത്തെ ഒരു കാലാവസ്ഥ ഇപ്പോൾ കാണുന്നത്. ശരിക്കും നല്ല പോലെ ഒരു മഴ ഇപ്പോൾ കിട്ടുന്നേ ഇല്ല. എന്താ മഴ പെയ്യുന്നുണ്ടോ ചോദിച്ചാൽ എന്തൊക്കെയോ ചാറി ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തണുപ്പ് വരുന്നുണ്ട്. പിന്നെ എന്തായാലും പോയിട്ട് കുളിക്കട്ടെ, ചായ കുടിച്ചിട്ട് പോയി കുളിക്കട്ടെ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എല്ലാവരും കൂടെ ഇരുന്ന് സിനിമ കണ്ടു കേട്ടോ. അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് സിനിമ കണ്ടു. അതിൻ്റെ ഇടയിൽ ഭക്ഷണവും കഴിച്ചു കേട്ടോ. ഞാൻ ദോശയാണ് കഴിച്ചത്. രാവിലെ മാവുണ്ടായിരുന്നു, അതിൻ്റെ ബാലൻസ് ദോശ കഴിച്ചു. കുഞ്ഞും അത് കഴിച്ചു. പിന്നെ അമ്മയും അച്ഛനും ഏട്ടനൊക്കെ ചോറ് കഴിച്ചു. ഇനി കിടക്കാനായിട്ട് പോവുകയാണ്. സമയം 10 മണിയോളം ആയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞു ഉറങ്ങി, അച്ഛയും അമ്മയൊക്കെ കിടന്നപ്പോൾ ഞാൻ ഇനി പോയി കിടക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. എല്ലാവർക്കും ടാറ്റ ബൈ, ടേക്ക് കെയർ.